ഇന്ന് ക്രിസ്മസ് ആണ്. എല്ലാവർക്കും ഞങ്ങളുടെ ക്രിസ്മസ് ആശംസകൾ. ഞങ്ങളിതാ ഇപ്പോൾ തമിഴ്നാട് നമ്മുടെ കുറ്റാലത്താണ്. ഇവിടുന്ന് ശങ്കരൻ കോവിൽ എന്ന് പറയുന്ന ടെമ്പിളിലേക്ക് പോവാണ്. ശങ്കരൻ കോവിലേക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 10-35 കിലോമീറ്റർ ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നിടത്തുനിന്നുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയാണ്. അപ്പോൾ ഇപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ പോണ വഴി നല്ല കാറ്റാണ്. ഇവിടുത്തെ ക്ലൈമറ്റ് നല്ല കൂൾ ക്ലൈമറ്റാണ്, വലിയ ചൂടൊന്നുമില്ല നിലവിൽ. അപ്പോൾ ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കാണാം ഒരുപാട് ഈ കാറ്റാടി യന്ത്രങ്ങൾ, അതായത് വിൻഡ് മിൽസാണ്. അത് ഇവിടെ നല്ല കാറ്റുള്ളത് കാരണം അവർ ഇവിടെ ഇലക്ട്രിസിറ്റിക്ക് വേണ്ടിയിട്ട് കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ഇവിടുത്തെ വിൻഡ് മിൽസ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കാറ്റാടി യന്ത്രങ്ങളുടെ ഒരു വലിയ ഏരിയ തന്നെ ഇവിടെ ഉണ്ട്. ഇവിടെ പോകുന്ന വഴിക്കൊക്കെ നമുക്കിത് കാണാം. അപ്പോൾ ഞങ്ങൾ ഓൺ ദ വേ ആണ്. അപ്പോൾ നമുക്ക് കാഴ്ചകൾ ബാക്കി അവിടേക്ക് പോയിട്ട് കാണാം. എല്ലാവർക്കും സ്വാഗതം. കാറ്റുപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ തന്നെ സെക്കൻഡ് റാങ്കിങ്ങിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. ഇവിടെ നമുക്ക് ഒരുപാട് വിൻഡ് മിൽസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് കാഴ്ചകൾ കണ്ടുപോവാം. വഴി നീളെ നല്ല നെൽപ്പാടങ്ങളും കവുങ്ങും തോപ്പുകളൊക്കെ നമുക്ക് കാണാം. അതോടൊപ്പം ഞാറൊക്കെ നടന്ന കാഴ്ചകളൊക്കെ ഇപ്പോൾ ശരിക്കും നമ്മുടെ നാടുകളിലൊക്കെ വളരെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ്. അപ്പോൾ ഇത് ഞങ്ങളിപ്പോൾ ഇതാ ശങ്കരൻ കോവിലേക്കുള്ള വഴിയിൽ കാണുന്ന കാഴ്ചകളാണിത്. ശങ്കരൻ കോവിൽ അതിൻ്റെ ക്ഷേത്ര പരിസരത്ത് ഞങ്ങൾ എത്തി. അപ്പോൾ ഇവിടെ പാർക്കിംഗ് ഒക്കെ നമുക്ക് ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള റോഡിലാണ് ഞങ്ങളിപ്പോൾ ഇട്ടത്. ആ കറക്റ്റ് ടൈമിലായിരുന്നു ആ ഒരു സ്വാമിയുടെ ആ ഒരു പ്രദക്ഷിണം ഈ ഒരു സമയത്ത് പോകുന്നത്. അപ്പോൾ ഇതിവിടുത്തെ ഒരു മെയിൻ ചടങ്ങാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ കറക്റ്റ് ടൈമിൽ ഞങ്ങൾ എത്തി. അപ്പോൾ ഈ വഴിയിലൊക്കെ ആ വീടുകളിലുള്ള ആൾക്കാർ ഇങ്ങനെ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇതാ ഒരു എഴുന്നള്ളിക്കുന്ന ആ ഒരു രംഗങ്ങളാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ ശബരിമല സമയം കൂടി ആയതുകൊണ്ട് നല്ല തിരക്കാണിപ്പോൾ. ശങ്കരൻ കോവിലിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ആന, ഒരു പെണ്ണാന ഉണ്ട് ഇവിടെ. അപ്പോൾ ആ ആനക്കുട്ടി അതിനെ കാണാൻ ഞങ്ങൾക്ക് പറ്റി ജസ്റ്റ്. പക്ഷെ അത് വീഡിയോ എടുക്കാൻ സമയം കിട്ടിയില്ല. കാരണം ഞങ്ങൾ പാർക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അതങ്ങ് പാസ് ചെയ്തു പോയി. പിന്നെ ആളെ കണ്ടതുമില്ല. ഭയങ്കര ക്യൂട്ടാണത്. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ആനയാണ്.
ശങ്കരൻ കോവിൽ ടെമ്പിളിലേക്കുള്ള വഴിയാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു പ്രദക്ഷിണം പോലെ വന്നിട്ടുണ്ട് ആ ഭഗവാനെ എഴുന്നള്ളിച്ച്. അപ്പോൾ അതിനോടൊപ്പം ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കും. നല്ല തിരക്കാണ് ബാക്കിലേക്കൊക്കെ. ഇതാ ഈ കാണുന്നതാണ് ശങ്കരൻ കോവിൽ. ഏതാണ്ട് നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനോട് സാദൃശ്യം തോന്നുന്ന ഒരു ക്ഷേത്രമാണ് കേട്ടോ. നല്ല തിരക്കുണ്ടെന്ന്. പതിനൊന്നാം നൂറ്റാണ്ടില് പാണ്ഡ്യ രാജാവായ ഉഗ്രപാണ്ഡ്യത്തേവരാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. തമിഴ്നാട്ടിൽ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു ടെമ്പിളാണ് അത്. അതിൻ്റെ പൈതൃകത്തോടെ ഇപ്പോഴും അവരത് മെയിൻറ്റെയിൻ ചെയ്തു വരുന്നുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രതിഷ്ഠ ശങ്കരനാരായണനാണ്. അതായത് ശിവനും നാരായണനും, അതായത് വിഷ്ണുവിൻ്റെയും ഒരുമിച്ചിട്ടുള്ള ആ ഒരു പ്രതിഷ്ഠയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയായിട്ട് കാണുന്നത്. പണ്ട് കാലങ്ങളിലൊക്കെ നമുക്കറിയാം ആനയ്ക്ക് പകരം ഇന്നത്തെ ഈ ഒരു കാലത്താണ് കൂടുതലായിട്ടും ആനകളിൽ എഴുന്നള്ളിപ്പ് തുടങ്ങിയിട്ടുള്ളത്. പണ്ടൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തരം മനുഷ്യർ തന്നെ എടുത്തുകൊണ്ട് പോകുന്ന രഥങ്ങളിലൊക്കെ ആയിരുന്നല്ലോ ഈ പണ്ടത്തെ ആ ഒരു എഴുന്നള്ളിപ്പ് കാര്യങ്ങൾ. അപ്പോൾ അത് തന്നെ ഇപ്പോഴും ഇവർ ഫോളോ ചെയ്യുന്നുണ്ട്. ഈ ഒരു എഴുന്നള്ളിപ്പിന് ഇവർ ഈ ഒരു രഥമാണ് ഉപയോഗിക്കുന്നത്. അതിലാണ് ഭഗവാന്റെ ആ ഒരു വിഗ്രഹം കൊണ്ടുവന്നിട്ട് ഈ ഒരു പ്രത്യേക രീതിയിലുള്ള ചടങ്ങുകൾ നടക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ അകത്തേക്ക് ആ ഒരു രഥം വഹിച്ചുകൊണ്ട് അവർ പോകുന്നതാണ് നമുക്ക് കാണുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, പണ്ടത്തെ ആ ഒരു കാലഘട്ടത്തിൽ ഇത്രയും ഉയരത്തിൽ കല്ലിലൊക്കെ ഇതുപോലെ കൊത്തുപണികളൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മനോഹരമായിട്ടാണ് അവരത് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ഫുള്ള് ഇങ്ങനെയാണ്. ഈ പുറത്ത് ഇത്രയും ചൂടാണെങ്കിൽ കൂടി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചെല്ലുമ്പോൾ എത്ര തണുപ്പാണെന്നറിയാമോ. ഇത്രയും വലിയൊരു വാതിലാണ് ഇതിൻ്റെ എൻട്രൻസിലുള്ളത്. ഇതിൻ്റെ അകത്ത് നിറയെ ഇങ്ങനെ കൽമണ്ഡപങ്ങൾ, അതോടൊപ്പം കൽത്തൂണുകളിലും മനോഹരമായിട്ട് പണികളൊക്കെ ചെയ്തിട്ടുള്ള നല്ല നല്ല ഭംഗിയായിട്ടുള്ള ഒരു ആർക്കിടെക്ചറാണ് ഇതിൻ്റെ അകത്തുള്ളത്. നമുക്കിതിൻ്റെ അതിൻ്റെ അകത്തേക്കൊന്നും നമുക്ക് ക്യാമറയൊന്നും അലൗഡല്ല. കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ആചാരങ്ങളിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യാസമുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് തമിഴ്നാട്ടിലുള്ളത്. നമുക്ക് ഓരോ ചടങ്ങുകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നമ്മൾ എല്ലാ നാടുകളിലെയും ദൈവങ്ങളുടെയും അവരുടെ വിശ്വാസങ്ങളെയൊക്കെ നമ്മൾ വാല്യൂ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് ഉപദേവതകളുടെ ഓരോ വിഗ്രഹങ്ങളും പൂജകളെല്ലാം സെപ്പറേറ്റ്ലിയുണ്ട്. ഇതിങ്ങനെ നീണ്ടു കിടക്കുകയാണ്. ഇതിൻ്റെ അകത്തേക്ക് ഒരുപാടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഉള്ളിലേക്ക് ഒരുപാട് പോകാനുണ്ട്.
ഓക്കെ. ഞങ്ങളപ്പോൾ ഇവിടെ നന്നായിട്ട് തൊഴുത് ഇനിയിപ്പോൾ ഇറങ്ങുകയാണ്. ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നേരെ തെങ്കാശിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഞങ്ങൾ അടുത്തുള്ള റെസ്റ്റോറൻറ്റുകൾ അടുത്തുണ്ടോ എന്നുള്ളത് അവിടെ തന്നെ അന്വേഷിച്ചപ്പോൾ അവർ എല്ലാവരും പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റാണ് കുമാർ റെസ്റ്റോറൻറ്റ്. ഇതൊരു പ്യുവർ വെജ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് പോകാം. എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഒരുപാട് വലിയ റെസ്റ്റോറൻ്റ് അല്ല, പക്ഷേ അത്യാവശ്യം കണ്ടിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. എന്തായാലും നമുക്കൊന്ന് കയറി നോക്കാം. ഞങ്ങളിത് അവിടെ കോവിലിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ചേട്ടൻ പറഞ്ഞാണ് നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടിട്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു റെസ്റ്റോറൻ്റാണ്. ഞങ്ങൾ ഓൾറെഡി ലേറ്റായി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ ഇവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 ഇഡ്ഡലി സെറ്റ് ഞാൻ പറയാമെന്ന് വിചാരിച്ചിരിക്കണം. ഇവിടെ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റെസ്റ്റോറൻ്റാണ്. വട വെച്ചു. നല്ല സാമ്പാറും ചട്നി, 3 ടൈപ്പ് ചട്നി ഉണ്ട്. ചട്നി നല്ലതാണ്. നല്ല ഫുഡാണ് ഇവിടുത്തെ. ഇഡ്ഡലിയും വടയും നമ്മൾ 2 ഫിംഗർ കോഫിയും ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഈ ഒരു ലൊക്കാലിറ്റിയിൽ അത്യാവശ്യം നല്ലൊരു റെസ്റ്റോറൻ്റാണ്. അങ്ങനെ ഞങ്ങളിത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇനിയിപ്പോൾ അടുത്തത് തെങ്കാശിക്ക് പോകാനായിട്ട് അങ്ങോട്ട് ഞങ്ങൾ ഇറങ്ങുമോ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നന്നായിരുന്നു. അപ്പോൾ ആ ഒരു ചേട്ടനാണ് ഞങ്ങളുടെ അടുത്ത് ഈ ഒരു ഷോപ്പിനെ പറ്റി പറഞ്ഞത്. അപ്പോൾ ഇവിടേക്കൊക്കെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോപ്പ് നോട്ട് ചെയ്ത് വെച്ചപ്പോൾ ഇതിൻ്റെ പേര് കുമാർ റെസ്റ്റോറൻ്റ് എന്നാണ്. ഇത് നമ്മുടെ ഈ അമ്പലത്തിനോട് അടുത്ത് തന്നെയാണ്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. അമ്പലത്തിലൊക്കെ ശരിക്കും നന്നായിട്ട് തന്നെ തൊഴുവാൻ പറ്റി. കാരണം ഞങ്ങളിവിടെ വന്ന സമയത്ത് തന്നെ ആ ഒരു പ്രദക്ഷിണം വന്ന സമയത്താണ് നമുക്ക് ഇവിടെ ഞങ്ങൾ വന്ന് ഇറങ്ങുന്നത് തന്നെ. പിന്നെ നമുക്ക് ആ പ്രദക്ഷിണത്തിനോടൊപ്പം തന്നെ നമുക്ക് അമ്പലത്തിലേക്ക് പോയി ആ എല്ലാ ചടങ്ങുകളും ഞങ്ങൾ ആദ്യമായിട്ട് അങ്ങനെ എല്ലാത്തിലും കറക്റ്റായിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ട് തന്നെ നമുക്കതിനെല്ലാം സാധിച്ചു. അപ്പോൾ അതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് നമ്മൾ വിചാരിക്കണം. അപ്പോൾ ഞങ്ങളിനിയും തെങ്കാശിക്ക് പോവാണ്. അപ്പോൾ അവിടെ ശരിക്കും പ്രധാനമായിട്ടും ഒരുപാട് ടെമ്പിൾസൊക്കെയാണ്. കാശി വിശ്വനാഥ ടെമ്പിളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിനി അവിടേക്കായിട്ട് പോവാണ്. അപ്പോൾ ഇനി ബാക്കി കാഴ്ചകൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം.